ഗബ്രി ഷോ ക്വിറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു. ലാലേട്ടന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി അവിടെ ഗബ്രിക്ക് സാധിച്ചില്ല. ലാലേട്ടൻ വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഗബ്രി അവിടെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. മറുപടിയായി അവിടെ സംസാരിച്ചത് ജാസ്മിൻ മാത്രമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ലൊരു ഫ്രണ്ട്സ് ആണ്, അതിനപ്പുറം ഞങ്ങൾക്കൊരു ഇഷ്ടമുണ്ട്, ഫ്രണ്ട്സ് മാത്രമല്ല എന്ന് ഞാൻ തുറന്നു പറയുന്നു. അതിനപ്പുറം ഒരു ഇഷ്ടമുണ്ട്, പക്ഷെ അത് പ്രണയത്തിലേക്ക് എത്തിക്കാൻ താല്പര്യമില്ല, അത് നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒഴിഞ്ഞു മാറുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നവിടെ തുറന്ന് സമ്മതിച്ചിരിക്കുകയായിരുന്നു ജാസ്മിൻ. പിന്നീട് ലാലേട്ടൻ പോയതിനു ശേഷം ഗബ്രി അവിടെ പറയുന്നുണ്ട്, ഞാൻ ഷോ ക്വിറ്റ് ചെയ്യാണ്, എനിക്കിനി തുടരാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതിന് റീസൺ ഒന്നുകൂടി ഉണ്ടായിരുന്നു. അവിടെ റസ്മിനായിട്ടുള്ള റിലേഷൻഷിപ്പ് ചോദ്യം ചെയ്തിരുന്നു. വീട്ടിലുള്ളവർ പലരും അതിനെ നെഗറ്റീവായിട്ട് പറയുകയും ചെയ്യുന്നു. റസ്മിനുമായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻ കുറിച്ച് അവിടെ സംസാരിക്കുന്ന ഒരു വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്തു. അതുകൂടി ആയ സമയത്ത് ഗബ്രിക്ക് അവിടെ പിന്നെ ഒരു ഉത്തരമില്ലായിരുന്നു പറയാനായിട്ട്. അവിടെ ഉത്തരമില്ലാതിരുന്ന ഗബ്രി പിന്നീട് ലാലേട്ടൻ പോയതിനു ശേഷം ജാസ്മിന്റെ അടുത്ത് പറയുന്നത്, ഞാൻ ഷോ ക്വിറ്റ് ചെയ്യാണ് എന്ന് പറയാണ്. പക്ഷേ അവിടെ ജാസ്മിൻ പറഞ്ഞത്, അങ്ങനെ നീ ക്വിറ്റ് ചെയ്തു പോയി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഇത് ക്വിറ്റ് ചെയ്ത് പോയത് എന്ന് പറയും, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഉണ്ടാവരുത്, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ എന്നെ വെച്ച് ഗെയിം കളിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല, അതുപോലെ തന്നെ ഞാൻ നിന്നെ വെച്ച് ഗെയിം കളിക്കുന്നില്ല, അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, പ്രേക്ഷകരും അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർ കുറെ പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് പ്രേക്ഷകരെ തിരുത്താനായിട്ട് കഴിയണം, നീ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗബ്രിയെ തിരുത്തുന്ന ജാസ്മിനെയാണ് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും ലാലേട്ടൻ ഇന്ന് ചെയ്തു കൊടുത്ത വീഡിയോ, പ്ലേ ചെയ്തു കൊടുത്ത വീഡിയോ അവിടെ ഭയങ്കര ഷോക്കിങ്ങും ഭയങ്കര ഇമ്പാക്റ്റും ആ വീട്ടിൽ ഉണ്ടാക്കുന്ന വീഡിയോസ് ആയിരുന്നു. അവിടെ പറയുന്നുണ്ട് ഗബ്രി, എനിക്ക് ഈ ഷോയിനേക്കാളും ഇമ്പോർട്ടന്റ് നീയാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ, അതുപോലെ തന്നെ ഞാൻ നിന്റെ ഭർത്താവാണ്, നിന്റെ ഭാര്യയാണ്, ഫ്രണ്ടാണ്, ബ്രദറാണ്, സിസ്റ്ററാണ്, അച്ഛനാണ്, അമ്മയാണെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ. ഇതൊക്കെ പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതോടൊപ്പം ജാസ്മിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ലേ എന്നാണ് ലാലേട്ടൻ അവിടെ ചോദിച്ചത്. ഇതെല്ലാം കൂടി കണ്ട സമയത്ത് അവിടെ എല്ലാ കുറ്റങ്ങളും ഗബ്രിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി എന്ന് ഗബ്രിക്ക് തോന്നിയിട്ടുണ്ടാവാം. അവിടെ വീട്ടുകാരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഗബ്രിയാണ് കുറ്റക്കാരൻ എന്ന്. ചിലർ പറഞ്ഞു രണ്ടുപേരും കുറ്റക്കാരാണ്, രണ്ടുപേരും ഈക്വൽ അതിലേക്ക് കൊടുക്കുന്നുണ്ട് എന്ന് രണ്ടുപേരും ചിലർ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഗബ്രിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ഗബ്രി അവിടെ ക്വിറ്റ് ചെയ്യുന്നു എന്നൊരു കാര്യം അവിടെ പറഞ്ഞത്. പിന്നീട് ജാസ്മിൻ അത് പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു.